ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2403. ഇന്ന് ജൂലൈ മാസം 30-ാം തീയതി 211-ാമത്തെ ദിവസത്തിലെത്തി. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്ന് ആദ്യം ആരാണ് കണ്ടെത്തിയത്, പറഞ്ഞു പരത്തിയത്? എത്ര സത്യമാണില്ലേ? വീട്ടുമുറ്റത്തെ സുഹൃതങ്ങളെയൊക്കെ, നന്മകളെയൊക്കെ, സ്നേഹത്തെയൊക്കെ അവഗണിക്കുക എന്നത് നമ്മൾ എക്കാലവും ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളിൽ ഏറ്റവും വലുതാണ്. അതെ, മുറ്റത്തെ മുല്ലയെക്കുറിച്ചുള്ള ചൊല്ലുപോലും അങ്ങനെ തന്നെ രൂപപ്പെട്ടതാണ്. എല്ലാ നാട്ടിലും കാണും അങ്ങനെയൊരു ചൊല്ല്. വീടെന്ന് പറഞ്ഞാൽ 4 ഭിത്തികൾക്കിടയിലെ ഇത്തിരി ഇടം മാത്രമല്ല. നമ്മൾ ജീവിക്കുന്ന ഇടങ്ങളും നിരന്തരം ഇടപെടുന്ന ആളുകളുമൊക്കെ അതിൽ ഉൾപ്പെടുന്നുണ്ട്. അവിടെയെല്ലാം ഈ അവഗണന അറിഞ്ഞോ അറിയാതെയോ വല്ലാതെ കൂടുന്നുണ്ട്. സത്യത്തില് വീടെന്താണ്? വീടിനെ കുറിച്ച് ഏറ്റവും ലളിതമായി എല്ലാവരും ഉറക്കെ പറയാൻ ശ്രമിക്കുന്നത് ഞാൻ വസിക്കുന്ന സ്ഥലമാണെന്നാണ്. സത്യത്തിൽ വീട് അതല്ല. ഞാൻ വസിക്കുന്ന സ്ഥലമല്ല, ഇടമല്ല വീട്. പിന്നെ എന്നെ ഉൾക്കൊള്ളുന്ന ഇടമാണ് വീട്. എന്നെ അതേപടി സ്വീകരിക്കുന്ന ഇടം തന്നെയാണ് വീട്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി വീടിനെയും വീട്ടുകാരെയും കാര്യഗൗരവത്തിലെടുക്കാനായിട്ട് സാധിക്കുന്നു. അത്ര എളുപ്പമല്ല. ക്രിസ്തുയേശു പറഞ്ഞ ഒരു കുഞ്ഞു കഥയുണ്ട്. എന്തോ നമ്മുടെ ഉള്ളിലെ ചില ആശയങ്ങളും ചില അരുതായ്മകളുമൊക്കെ നിലനിൽക്കുന്നുണ്ടാവും. ശ്രദ്ധിക്കപ്പെടാതെ പോയ കഥയാണ്. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തില് 2 കഥകൾക്കിടയിൽ നമുക്കായിട്ട് കാത്തിരിക്കുന്ന ഒരു കുഞ്ഞിക്കഥയാണ്. നാണയം നഷ്ടപ്പെട്ട സ്ത്രീയുടെ കഥയാണ്. ആ നാണയം എവിടെയാണ് നഷ്ടപ്പെട്ടതെന്ന് മാത്രമാണ് ഈ നല്ല പുലരിയിൽ സ്വയം ഞാൻ ചോദിക്കുന്നത്. അത് വീടിനകത്തായിരുന്നു. സ്വന്തം വീടിന്റെ സുഹൃതങ്ങളൊക്കെ എപ്പോഴും നമ്മൾ കാണാതെയും പരിഗണിക്കാതെയും മാനിക്കാതെയും പോയിട്ടുണ്ട്. ഓരോരുത്തരിലുമുള്ള നന്മയും പ്രതിഭയും ഒക്കെ ഏറ്റവും കുറച്ച് മനസ്സിലാക്കപ്പെടുന്നതും വീടിന്റെ അകത്തളങ്ങളിലാണ്. ക്രിസ്തുയേശു പോലും പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു പ്രവാചകന് എവിടെയാണ് ശരിക്കും തിരസ്കൃതനാവുന്നത്, സ്വീകരിക്കപ്പെടാതെ പോകുന്നത്, പരിഗണിക്കപ്പെടാതെ അവഗണിക്കപ്പെടുന്നത് എവിടെയാണ്? അവന്റെ വീട്ടിലും ദേശത്തുമാണെന്നുള്ള യേശുവിന്റെ ഓർമ്മപ്പെടുത്തലും കൂടി നമുക്കൊന്ന് പരിഗണനയിലെടുത്താൽ നമ്മുടെ മനോഭാവത്തെ ഒന്ന് മാറ്റാനായിട്ട് ഒരു പ്രേരണയും പ്രചോദനവും ആകും. അതെ, ക്രിസ്തുയേശു ഒരു പ്രകാശവുമാണ്. ആമേൻ.